നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായിട്ടുണ്ട്. മനീഷ് യാദവാണ് പിടിയിലായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടന്ന വൻ തട്ടിപ്പാണെന്നും തുടക്കമത് നാസിക്കിൽ നിന്നായിരുന്നുവെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പറിന്റെ ആദ്യ കോപ്പി അച്ചടിച്ചത് ഹരിയാനയിലാണ്. കൂടുതൽ കോപ്പികൾ ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും എത്തിക്കാനും സംഘം പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ഇതിനിടെ ഊഹ ചോദ്യപേപ്പർ എന്ന പേരിൽ ടെലിഗ്രാമിലൂടെ പ്രചരിപ്പിച്ച MBBS വിദ്യാർത്ഥി നാസിക്കിൽ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. വൈസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ഉള്ളത്. അഭിനന്ദ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ എത്രയോ നാളത്തെ ഒരു കഷ്ടപ്പാട്, അവരുടെ മാത്രമല്ല മാതാപിതാക്കളടക്കം അവരുടെ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട്, അവരുടെ മാനസികമായ പിന്തുണയുണ്ട്, ദിവസങ്ങൾ ഉറക്കമിഴിച്ചുള്ള ഒരു പഠനമുണ്ട്, വലിയ ഭാവി, വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഒരു വീഴ്ചയുടെ പേരിൽ അതൊക്കെ ഇല്ലാതായി പോവുകയാണ്. കുട്ടികൾക്ക് വീണ്ടും വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയാണ്. ഷിഗാസ്, ഗുരുതര വീഴ്ച എന്നാൽ അത് എന്തിനെ പറയണമെന്നറിയില്ല. അത്രമാത്രം സുതാര്യമായി നടക്കേണ്ട നീറ്റ് പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയതായിട്ട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ പറയുകയാണ്, നേരിട്ട് പറയുകയാണ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന്. ഇതിന് പിന്നാലെ അന്വേഷണം CBIക്ക് കൈമാറുന്നു. CBI ഇപ്പോൾ മുഖ്യ സൂത്രധാരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനീഷ് യാദവ് എന്നാണ് ഇയാളുടെ പേര്. നാസിക്കിൽ നിന്നാണ് ഗൂഢാലോചന തുടങ്ങിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അത് ഈ മനീഷ് യാദവിന് ചോദ്യപേപ്പർ കൈമാറിയെന്നും ഈ ചോദ്യപേപ്പറിന്റെ ഫിസിക്കൽ കോപ്പി നാസിക്കിൽ നിന്ന് ഹരിയാനയിലേക്കും തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കേരളത്തിലേക്കും അടക്കം കടത്താൻ ശ്രമിച്ചുമെന്നുമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. മെയ് 3-ാം തീയതി നടന്ന പരീക്ഷ, മെയ് 7-ാം തീയതിയാണ് രാജസ്ഥാൻ ഒരു പരാതി കിട്ടുന്നത്. ആ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിനകത്താണ് ഈ ചോദ്യപേപ്പർ, അതായത് യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങളും മാതൃകാ ക്വസ്റ്റ്യൻ ബാങ്ക് ആയ ഊഹ ചോദ്യപേപ്പർ എന്ന പറഞ്ഞ് വിതരണം ചെയ്ത ചോദ്യപേപ്പറുമായി ഒരുപാട് സാമ്യമുള്ളതായിട്ട് കണ്ടെത്തുന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണം, അത് NTA-ക്ക് നൽകിയ വിവരം, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീറ്റ് പരീക്ഷ പാടെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം എത്രമാത്രം ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. എത്രയോ വർഷം കളഞ്ഞ് ഉറക്കമിളച്ച് പഠിച്ചെഴുതുന്ന ആ പരീക്ഷയാണ് ഒരു ചോദ്യപേപ്പർ ഒരു നരാധമന്റെ പേരിൽ ഇത്രയും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അല്പം മുമ്പാണ് നാസിക്കിലെ MBBS വിദ്യാർത്ഥിയെ തന്നെ പിടികൂടിയിരിക്കുന്നത്. ഈ MBBS വിദ്യാർത്ഥിയാണ് ടെലിഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയും മാതൃകാ ചോദ്യപേപ്പർ എന്ന പേരിൽ, ഊഹ ചോദ്യപേപ്പർ എന്ന പേരിൽ ഇത് പ്രചരിപ്പിച്ചതെന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ CBI നടത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് CBIയുടെ നേതൃത്വത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കും എന്ന് തന്നെയാണ് NTA പറയുന്നത്. വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. കുറേയധികം കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം തന്നെ ഖേദിക്കുന്നുവെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുമ്പോൾ NTAയിലെ ആരെങ്കിലും ഉണ്ടോ എന്നതുപോലും ഇപ്പോൾ CBI സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമ്പോൾ ആരൊക്കെ വീഴുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് തന്നെയാണ് വൈസ് അഭിനന്ദ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടത്തുന്ന എക്സാമാണ് നീറ്റ് എക്സാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വഴിയാധാരമായി നിൽക്കുന്നത്. അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ അടുത്ത പരീക്ഷയിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ നിങ്ങൾ അതും റദ്ദാക്കില്ല എന്നാണ് കുട്ടികളൊക്കെ ചോദിക്കുന്നത്. കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉള്ളിൽ നിന്ന് ഈ തട്ടിപ്പുകാർക്ക് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും അന്വേഷണ വിധേയമാണ്.